السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക് ആൻഡ് മൈമൻ അക്കാഡമി നടപ്പാട്ടങ്ങനത്തെ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 22ാമത്തെ നാളേട്ടിക്കർ ഞങ്ങൾ ഓർമ്മിച്ചു കൂടിയത് അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ടിട്ടു സൂറത്തു യാസീന്റെ ഞങ്ങ ചെറിയ രൂപത്തിൽ ഞങ്ങൾ വിശദീകരിച്ച ഇനി ഉദ്ദേശിക്കടെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ജണ്ടായത്ത് സാധാരണ ഞങ്ങൾ ഓതിറങ്ങത്തെ അവസാനത്തെ ആയത്തുങ്ങ അത് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുവായിട്ടിക്കർ ഉദ്ദേശിക്കടെ വലിയ മഹത്തുള്ളങ്ങനത്തെ ജണ്ടായത്തുങ്ങേറ്റിക്കർ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി ഔഡർ പിടിച്ചിട്ടുള്ളങ്ങനത്തെ ഇപ്പൊ ഓതിയങ്ങനത്തെ ജണ്ടായത്തുങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ ಅದರ മഹത്വ വലിയ നിലക്ക് ಅದರ മഹത്വ പടിപ്പാട്ടിയതായിട്ട് നമുക്ക് കാണുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, മൻ ഖറഅൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിഹി കഫതാഹു വർത്ത അവന്റെ ജാവുകു സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ജണ്ട ആയത്തവണ് ഓതിരണ്ടായെങ്കിൽ ಅವನಿಗೂ ಅದೇ മെയ്യാവും. അവന്റെ സംരക്ഷണക്കും അവനുಗೂ അവന്റെ ജീവനത്തിൽ ചിന്തിക്കുകയും എല്ലാ നിലക്കും അവനുಗೂ ഈ ജണ്ട് ആയത്ത് മെയ്യാവുಂಟು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ടുണ്ട്. സാധാരണ നമുക്ക് ಗೊತ್ತುള്ളതുപോലെ ഖുർആന്റെ എല്ലാ ആയത്തുങ്ങ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരായിട്ട് അല്ലാഹു തആല നബി തങ്ങൾക്കു ഭൂമിയിലായിട്ട് എല്ലാ ആയത്തും എത്തുപാട്ടിലെ എല്ലാ ആയത്തുങ്ങൾ അല്ലാഹു തആല ഭൂമിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമോടെ കടത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു എത്തുപാട്ടിയതായിട്ട് ഖുർആന്റെ ആയത്തുങ്ങൾ വഹീ മുഖാന്തരായിട്ട് എത്തുപാട്ടിയത്. എന്നാൽ ഈ ആയത്തുങ്ങൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല ആകാശ ലോകത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തങ്ങനത്തെ നബി തങ്ങൾക്ക് കൊടുത്തങ്ങനത്തെ ആയത്തുങ്ങായിട്ട് കിറിട്ടാണ് നബി തങ്ങൾ ഹദീസിൽ പഠിപ്പാട്ടി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ലമ്മ ഉസ്രിയ ഒരു ഹദീസിൽ കണ്ട ലമ്മ ഉസ്രിയ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി തങ്ങ ഇസ്രാ മിഅ്റാജിലെ യാത്ര പോയപ്പോ, അതായത് മിഅ്റാജിലെ യാത്ര പോയപ്പോ ഇൻതഹാ ബിഹി ഇലാ സിദ്റത്തുൽ മുൻതഹ സിദ്റത്തുൽ മുൻതഹ ചൊല്ലെ പക്കത്തേക്ക് നബി തങ്ങ എത്തി. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കുട്ടിയോട്ട് പോയിട്ട് സിദ്റത്തുൽ മുൻതഹ സൃഷ്ടി ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ഏതൊരു സൃഷ്ടിക്കും എത്തും പോലത്തെ അവസാനത്തെ എൻഡ് പോയിന്റ് ആയിട്ട് സിദ്റത്തുൽ മുൻതഹ. അതിൽ പിന്നെ അല്ലാഹു തആല ഒരാളും നബി തങ്ങൾ അല്ലാത്ത ഒരാളും അപ്പുറത്തേക്ക് പ്രവേശം കൊടുത്തിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് പോലും പ്രവേശം ഇല്ലാത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ട് സിദ്റത്തുൽ മുൻതഹ. അവിടെ എത്തിയപ്പ ഹദീസിൽ കാണുന്നു, വൈലൈഹി യന്തഹി മാ ഉരിജ ബിഹി മിൻ തഹ്തിഹ. ആ പക്കത്തിലായിട്ട് കീഴ്ടെ പണ്ടങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ സംഗതികളും അവസാനിക്കടെ വൈലൈഹ യന്തഹി മാ ഉഹ്ബിത ബിഹി മിൻ ഫൗഖിഹ. മേൽടെ പണ്ടങ്ങനത്തെ എല്ലാ സംഗതിയും കീഴ്ടും മേൽടും എല്ലാ ഭാഗത്തിൽ നിന്ന് പണ്ടങ്ങനത്തെ എല്ലാ കാര്യവും അവിടെയാണ് അവസാനിക്കടെ. അപ്പൊ അവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫഉതിയ സലാസൻ 3 കാര്യങ്ങളാണ് നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തത്. ഒന്ന് അസ്വലവാത്തുൽ ഖംസു 5 വക്ത് നിസ്കാരങ്ങ.
വഖവാതീമു സൂറത്തിൽ ബഖറത്തി അതുപോലെ ബഖറ സൂറത്തിലെ ലാസ്റ്റ് ആയത്തുങ്ങ അതുപോലെ വയുഗ്ഫറു ലിമൻ മാത മിൻ ഉമ്മത്തിഹി ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ അൽ മുഖ്തഹിമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തില് ഷിർക്കാക്കാത്തങ്ങനത്തെ അല്ലാഹു തആലയുടെ ഒരു നിലക്കും ഷിർക്കാക്കാത്തങ്ങനത്തെ ആൽമാർക്ക് അങ്ങനെ വലിയ വലിയ ദോഷങ്ങൾ പോലും പൊറുക്കപ്പെട്ടിട്ടുള്ള സംഗതി അതും അല്ലാഹു തആല അവിടെ വെച്ചിട്ടാണ് നബി തങ്ങൾ കൊടുത്തിരേണ്ടത്. നബി തങ്ങളെ പണ്ട് മുന്നത്തെ നബിമാര് സമുദായത്തങ്ങൾക്ക് വലിയ ദോഷങ്ങൾ അങ്ങ് ആക്കിയിട്ടെങ്കിൽ അല്ലാഹു തആലയുടെ ശിക്ഷ അപ്പമേ അങ്ങ് ഇറങ്ങിയോണ്ടിരുന്നത്. ഓൺ ദി സ്പോട്ട് ശക്തമായ ശിക്ഷകളിൽ ഇറങ്ങിയോണ്ടിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അങ്ങനത്തെ വലിയ ദോഷങ്ങളെ കാരണമായിട്ട് അല്ലാഹു തആല ശിക്ഷ ഇറക്കടെ, ദുനിയാവിലെ ശിക്ഷ ഇറക്കടെ അങ്ങനത്തെ ഒരു സംഗതി ഇക്കില്ല ചൊല്ല സംഗതിയും ആ കാര്യവും അല്ലാഹു തആല അവിടെ വെച്ചിട്ടാണ് നബി തങ്ങൾ കൊടുത്തത് എന്നൊരു ഹദീസിൽ കാണുക. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു രണ്ട് ആയത്തുകളാണ്. അല്ലാഹു തആലമെ ഡയറക്റ്റ് ആയിട്ട് ആകാശ ലോകത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തങ്ങനത്തെ ആയത്തിന്. അപ്പൊ അതിലെ ആശയം അത്ര വലിയതായത് കൊണ്ടായിട്ടിരിക്കണു. അതുപോലെ അതിൽ ചൊല്ല കാര്യം അത്ര വലിയ മഹത്വവും വലിയ ഗംഭീരമായത് കൊണ്ടായിട്ടിരിക്കൂ ഈ ആയത്തുങ്ങളെ അല്ലാഹു തആല ആകാശ ലോകത്തിൽ വെച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങൾ ചൊല്ലു ഉഅ്തീതു ഖവാതിമ സൂറത്തിൽ ബഖറത്തി മിൻ കൻസിൻ തഹ്തൽ അർശി ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് നിനക്ക് നൽകപ്പെട്ടത് അർശിയുടെ കീഴിലുള്ള നിധിയിൽ നിന്നിട്ടാണ്. അർശിയുടെ കീഴിലുള്ള അങ്ങനത്തെ ഒരു വലിയ നിധിയിൽ നിന്നിട്ടാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് നിനക്ക് തന്നത്. ഖുർആന്റെ എല്ലാ ആയത്തുകളും വലിയ മഹത്വമുള്ളതും വലിയ പോരിഷമുള്ള അങ്ങനത്തെ കാര്യം കേട്ടിക്ക്. അതിലും പ്രത്യേകിച്ച് മഹത്വമുള്ള ആയത്ത് കേട്ടിക്കറി ഈ ആയത്തുകൾ. ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി, നന്റെ മുന്നുള്ള അങ്ങനത്തെ ഒരു നബിയും നൽകപ്പെടാത്ത രൂപത്തിലാണ് ഈ ആയത്ത് നക്ക് തന്നത്. അതായത് ബാക്കിയുള്ള നബിമാർക്കെല്ലാം വഹിയും ഇതെല്ലാം കിട്ടുമ്പോ സാധാരണയായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരമായിട്ട് വഹി കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ നക്ക് ഈ ആയത്തുങ്ങളെ വഹി അത് ഒരു വിശേഷ രൂപത്തിലായിട്ട് കിട്ടിരേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട്. ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ജിബ്രീൽ. ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജിബ്രീൽ അലൈഹിസ്സലാം റൊട്ടിಗೆ ഇങ്ങനെ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മുട്ട വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും ജിബ്രീൽ അലൈഹിസ്സലാം ഒട്ടിಗೆ ഇരിക്കുമ്പോൾ ഇത് സമിഅ നഖീലൻ മിൻ ഫൗഖിഹി, മേളുടെ ഒരു ശബ്ദ കേൾക്കുകയും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തിൽ കണ്ണ് മേലാക്കിട്ട് നോക്കി. എന്നിട്ട് നബി ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്തു ഹാദാ ബാബുൻ ഫുതിഹ മിനസ് സമാഇ മാ ഫുതിഹ ഖത്തു. ഇതാ ആകാശത്തെ ഒരു ബായിലുണ്ട് ഓപ്പൺ ആയിട്ട്, ഇത്രത്തോളം അത് ഓപ്പൺ ആയിട്ടില്ല. എന്നിട്ട് ഫനസല മിൻഹു മലക്കുൻ, അതിൽ നിന്നിട്ട് ഒരു മലക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. ആ മലക്ക് ഫഅതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ആ മലക്ക് വന്നു. ഇത്രത്തോല ഭൂമി ലോകത്തേക്ക് ബറാത്തങ്ങനത്തെ ഒരു മലക്കാണ് വന്നത്. എന്നിട്ട് ആ മലക്ക് ചൊന്തു അബ്ശിർ ബിനൂറൈൻ ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക. രണ്ട് പ്രകാശങ്ങളെ കൊണ്ടിട്ട്, രണ്ട് നൂറുകളെ കൊണ്ടിട്ട് നിങ്ങ സന്തോഷിക്കൊരു. രണ്ട് നൂറുങ്ങ നിങ്ങൾക്ക് നൽകപ്പെട്ടങ്ങനത്തെ ഇതിനു മുന്നിൽ ഒരു നബിയും നൽകപ്പെടാത്തങ്ങനത്തെ രണ്ട് പ്രകാശങ്ങളെ കൊണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കൊരു എന്ന് ആ മലക്ക് ചൊല്ലിട്ടു. ഏതാണ് രണ്ട് പ്രകാശങ്ങൾ? ഒന്ന് ഫാത്തിഹത്തിൽ കിതാബ് വ ഖവാതീമി സൂറത്തിൽ ബഖറത്തി. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഖുർആന്റെ പിന്നെ പ്രാരംഭ സൂറത്തായങ്ങനത്തെ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ.
ലൻ തഖറഅ ഹർഫൻ മിൻഹുമാ ഇല്ലാ ഉഅതീതഹു. ഈ ജണ്ടിൽ നിന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു ഹർഫ് ഓതിയെങ്കിലും അതൊരു സവാബ് കിട്ടാണ്ടിക്കാല എന്ന ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊന്നുപോയിട്ട്. അപ്പൊ ഇതില് ഭൂമി ലോകത്ത് ഒരു മലക്ക് വന്നിട്ട് കൊടുത്തതായിട്ടാണ് നമുക്ക് കാണുക. അപ്പൊ ജണ്ട് രൂപത്തിലും അല്ലാഹു തആല ഈ ആയത്തിങ്ങനെ നബി തങ്ങൾക്ക് പടിപ്പാട്ടിലാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ബഹുമാനത്തോടു കൂടെയും ആദരവോടു കൂടെ പടിപ്പാട്ടി അങ്ങനത്തെ ആയത്തുകളാണ് ആമന റസൂൽ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ. അർശിയുടെ കീഴത്തെ നിധിയിൽ നിന്നിട്ടാണ് ഇത് നൽകപ്പെട്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടിത്തല്ലേ. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങൾ പടിപ്പാട്ട് ഫുല്ലിൽനാ അലന്നാസി ബിസലാസിൻ, ബാക്കിയുള്ള മനുഷ്യന്മാരെക്കാണ് ഞങ്ങൾക്ക് 3 കാര്യങ്ങളെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ശ്രേഷ്ഠത കിട്ടിയത്. അതായത് മുൻ പൂർവ്വ സമുദായങ്ങൾ നബിത്തങ്ങ പണ്ട് മുന്നത്തുള്ള അങ്ങനത്തെ മുൻ സമുദായങ്ങളെക്കാണ് ഞങ്ങൾക്ക് മഹത്വം കിട്ടിയത് 3 കാര്യങ്ങളെ കൊണ്ടേറ്റിക്ക്. അല്ലാഹു തആല സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് 3 കാര്യങ്ങൾ തന്നറ. ഒന്നെന്തരെ ജുഇലത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദ, ഭൂമി ഇടി അല്ലാഹു തആല നമുക്ക് പള്ളിയാക്കി തന്നറ, അല്ലെങ്കിൽ സുജൂദിടം പോലത്തെ നിസ്കരിക്കും പോലത്തെ ജാഗാക്കിട്ട് അല്ലാഹു തആല തന്നറ. മുൻ സമുദായത്തിലുള്ള പൂർവ്വ സമുദായത്തിലുള്ള ആൽമാർക്ക് അല്ലാഹു തആല ഇബാദത്ത് എടുക്കുന്നുണ്ടായെങ്കിൽ നിശ്ചിതമായിട്ട് അതുക്കായിട്ട് പിന്നെ നിശ്ചയിച്ചു വെച്ചങ്ങനത്തെ ജാഗത്തേക്ക് പോയിട്ട് ഇബാദത്ത് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭൂമിയിൽ ഏത് ജാഗത്തിൽ നിന്നെങ്കിലും മലിനമല്ലാത്ത ഏത് ജാഗത്തിൽ അള്ളാഹു താലയുടെ ഇബാദത്ത് എടുക്കുക സാധ്യമാവുള്ളൂ. അത് അള്ളാഹു താല വിശേഷമായിട്ട് ഈ ഉമ്മത്ത് തന്നങ്ങനത്തെ ഒരു കാര്യത്തേക്ക്. അതുപോലെ ഈ ഭൂമിയുടെ മണ്ണിടെ അള്ളാഹു താല നമുക്ക് ശുദ്ധിയാക്കുക അങ്ങനത്തെ ഒരു വസ്തുവാക്കി തന്നരാജുള്ളതും നമുക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട്. അതായത് മണ്ണ് കൊണ്ടിട്ടും നമുക്ക് ശുദ്ധിയാക്കുക തന്നി കിട്ടില്ലാണ്ടായെങ്കിൽ തയമ്മൂടെ ഇതില് മണ്ണ് കൊണ്ടിട്ടും ശുദ്ധിയാക്കുകയുള്ളത് നമുക്കുള്ള സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ ഒരു കാര്യമാണ് ഇപ്പൊ ഇതുവരെ ചെന്നത് ഒരു കാര്യമായിട്ട്. ഭൂമിയുടെ അള്ളാഹു താല പള്ളിയാക്കി തന്നതും ആ ഭൂമിയുടെ മണ്ണിടെ ശുദ്ധിയാക്കൂല്ല വസ്തുവാക്കിയിട്ട് അള്ളാഹു താല തന്നത് ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞങ്ങളെ സൊഫുങ്ങളെ അള്ളാഹു താല മലക്കുങ്ങളെ സൊഫുങ്ങളെ പോലെ ആക്കിയത. നിസ്കാരത്തേക്ക് ഞങ്ങൾ സൊഫായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അത് മലക്കുങ്ങ സാധാരണ ഞങ്ങൾ ഇബാദത്ത് എടുക്കുമ്പോ എങ്ങനെ സൊഫായിട്ട് നിൽക്കേണ്ടതാ ആ രൂപത്തിൽ അള്ളാഹു താല ആക്കി തന്നതാ. മൂന്നാമത്തെ കാര്യ സൂറത്തിൽ ബഖറത്തി മിൻ കൻസിൻ തഹ്തൽ അർശി ലം യുഅത അഹദുൻ മിൻഹു ഖബ്ലി വലാ യുഅത മിൻഹു അഹദുൻ ബഅദി. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തിങ്ങ അത് അല്ലാഹു തആല അർശിന്റെ കീഴിലുള്ള അങ്ങനത്തെ നിധിയിൽ നിന്ന് അല്ലാഹു തആല തന്നറ. അത് നന്റെ മുന്നിൽ ഒരാളും അത് കിട്ടിയിട്ടില്ല, ഇനി ഒരാളും കിട്ടുക പോണില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ലാഹു തആല തന്നറ ചൊല്ലതും ബാക്കിയുള്ള മനുഷ്യൻ ആൽമാരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി ശ്രേഷ്ഠത കിട്ടുക അങ്ങനത്തെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും മഹത്വമുള്ള ആയത്തുകളാണ്. എന്താണ് ഈ ആയത്തിൽ ചൊല്ലുക പോണ്ടേ? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുങ്ങല്ലേ. അപ്പൊ ഖുർആന്റെ സൂറത്തുങ്ങ എല്ലാ സൂറത്തുങ്ങ സാധാരണ ഈ സൂറത്ത് ചൊല്ല ഒരു പദത്തിക്ക് അധ്യായ ചാപ്റ്റർ എന്ന രൂപത്തിലല്ല ഞങ്ങൾ അതിനെ തർജുമാക്കണ. ഏതൊരു ബുക്കിലും അതില് അധ്യായം കൈക്കിടല്ലേ, ചാപ്റ്റർ കൈക്കിട്. ബാബ് കാണിച്ചുള്ള പോലെ ചാപ്റ്റർ അധ്യായം കൈക്കിട്. ഓരോ അധ്യായത്തിക്ക് ഹെഡിങ് ഇക്കിട്, സൈഡ് ഹെഡിങ് കൈക്കിട്. അധ്യായത്തിലുള്ള ആ അധ്യായത്തിൽ ഓരോ അധ്യായത്തിൽ വേണ്ട വിഷയങ്ങൾ അതൊക്കെ ഒരു ഓർഡർ ഇക്കിട്. പക്ഷെ ഖുർആന്റെ ഈ സൂറത്തുങ്ങ ചൊല്ലതിരെ അതില് ബണ്ടങ്ങനത്തെ വിഷയങ്ങൾ ഞങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോ അതിൽ ഓർഡർ പ്രത്യക്ഷത്തിലൊരു ഓർഡർ ഇന്നതായിട്ട് നമുക്ക് കാണുകയില്ല. ഒരു വിഷയം ചൊന്നിട്ട് റപ്പ ഖുർആൻ പിന്നെ ഒരു വിഷയം ചൊല്ലു, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു വിഷയം ചൊല്ലു. ഇങ്ങനെ
ഒരു പരസ്പര ബന്ധമില്ലാത്ത രൂപത്തിലുള്ള പല വിഷയങ്ങൾ ചൊല്ലതായിട്ട് ഖുർആനിൽ നമുക്ക് കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഇസ്ലാമിന്റെ ശത്രുങ്ങ ഖുർആന്റെ വിമർശാക്കുമ്പോ എതിർക്കുമ്പോ ചൊല്ലങ്ങത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപ്പായിട്ടിരിക്കുന്നതിരെ ഖുർആാനുക്ക് ഒരു ഓർഡർ ഇല്ല. സാധാരണ ഒരു ബുക്ക് വയ്ക്കുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു ഓർഡർ ഖുർആാനുക്കില്ല എന്ന രൂപത്തിൽ ആരോപാക്കണം. യഥാർത്ഥത്തിൽ ഖുർആന്റെ അത്ഭുതമാണ്. പ്രത്യക്ഷത്തിൽ ഓർഡർ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു താല അത് കാട്ടിട്ടും അതിനെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണോ കൃത്യമായ ഒരു ഓർഡർ ഉള്ളതായിട്ട് കാണുക. സൂറത്തുൽ ബഖറയുടെ മേൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ಅದಕ್ಕೆ അതിരെ ലാസ്റ്റുകും ഫസ്റ്റുകും ഉല്ലങ്ങനത്തെ പരസ്പര ബന്ധങ്ങ എല്ലാം നമ്മൾ കാണുക. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു താല ഫസ്റ്റ് ചൊന്ന വിഷയം എന്തിരെ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ മഹത്തായ കിതാബ് അതിൽ ഒരു സംശയവുമില്ല, ഇത് മുത്തഖീങ്ങോഗു ഒരു ഗൈഡായിട്ടിക്കറ്, മുത്തഖീങ്ങോഗു സന്മാർഗ ദർശനായിട്ടിക്കറ്, മാർഗദർശനായിട്ടിക്കറ് ചൊന്നിട്ട് അള്ളാഹു താല മുത്തഖീങ്ങളെ ഗുണവിശേഷത്വങ്ങളാണ് അള്ളാഹു താല അവിടെ എടുത്തു ചൊന്നത്. എന്താണ് മുത്തഖീങ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ആ മുത്തഖീങ് ഗൈബിൽ വിശ്വസിക്കടാറ്. അള്ളാഹ് ഗൈബ് എന്നെങ്കിൽ മറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യക്ഷത്തിൽ അനുഭവിക്കാവാത്ത കാര്യങ്ങളെ കൊണ്ട് അങ്ങ് വിശ്വസിക്കിടാറ്. അതായത് അള്ളാഹുൽ വിശ്വസിക്കിടാറ്. അള്ളാഹു ഗൈബാണ്, ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവിക്കാത്ത ഒരു സംഗതിയാണ് അള്ളാഹു. മലക്കുങ്ങളിൽ വിശ്വസിക്കിടാറ്. മുന്നിൽ കഴിഞ്ഞു പോയ ഇങ്ങനത്തെ അംബിയാ മുർസലും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കിടാറ്. മുഹമ്മദ് നബിയുടെ കാണാട്ടമേ അങ്ങ് വിശ്വസിക്കിടാറ്. അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പിന്നെ റിസാലത്തിനെ നുബുവത്തിനെ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അനുഭവിച്ചില്ലെങ്കിലും അതിനെ ഗൈബിയായ നിലക്ക് അങ്ങ് വിശ്വസിക്കിടാറ്. ഈ വിശ്വാസ ചൊല്ലത് ഈമാന ചൊല്ലത് ഒരു കണക്കിൽ മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കടെ, കാണാത്ത കാര്യത്തിൽ വിശ്വസിക്കടെ ചൊല്ലത് ഒരു സംഗതിയായിട്ട് ഈമാൻ. കണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ അനുഭവിക്കട അങ്ങനത്തെ കാര്യത്തിൽ പിന്നെ വിശ്വസിക്കൊണ്ടില്ലല്ലേ, അത് അനുഭവിച്ചുകൊണ്ടുള്ള സംഗതിയായിട്ട് ഈമാൻ ചൊന്നെങ്കിൽ കാണാത്ത കാര്യത്തിൽ നമ്മുടെ കാണാത്ത കാര്യം ഉണ്ടു ചൊന്നിട്ടു മനസ്സിൽ ഒപ്പിടെ ഇതായിട്ട് ഈമാൻ. അപ്പൊ ഈമാന്റെ ബഗ്യാണ് അള്ളാഹു താല അവിടെ ഫസ്റ്റ് പ്രതിപാദനാക്കടെ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത. പിന്നെ നെക്സ്റ്റ് പിന്നെ നിസ്കരിക്കണതൊരു ബഗ്ഗയും സക്കാത്ത് കൊടുക്കണതിരെ അങ്ങക്ക് കൊടുത്തങ്ങനത്തെ മാല് മുത്തഖീങ്ങക്കും അങ്ങക്ക് അള്ളാഹു താല കൊടുത്തങ്ങനത്തെ സമ്പത്തിരങ്ങ അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കിടാറ് എന്ന വിഷയം ഇങ്ങനെ പ്രതിപാദനാക്കി. പൗഡർ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഈ ബക്കറ സൂറത്തിലെ അവസാനത്തിൽ ചൊന്നങ്ങനത്തെ വിഷയം എടുത്തു നോക്കുമ്പോൾ പരസ്പര ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണും. കൂടെ അള്ളാഹു താല നെക്സ്റ്റ് ഫസ്റ്റ് ചൊല്ലുക പോണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും മുഅ്മിനീങ്ങവും അള്ളാഹും മലക്കും കിതാബും മുർസലീങ്ങ ഈ വിഷയത്തിലെല്ലാം വിശ്വസിച്ച ആൾമാരായിട്ട് കിടാറിട്ടാണ് ഫസ്റ്റ് ചൊല്ലി. അപ്പൊ ഊടെയും വിശ്വാസത്തെ ബഗ്ഗെയാണ് ചൊന്നിട്ടുള്ളേ. സൂറത്തുൽ ബഖറയുടെ ഫസ്റ്റ് തുടക്കത്തിലും അള്ളാഹു താല വിശ്വസിക്കുന്നതിന്റെ ബഗ്ഗെ ആണ് അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. പിന്നെ അവിടെ വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ് അള്ളാഹു താല ചൊന്നരെ. അങ്ങ കൃത്യമായിട്ട് നിസ്കാരം നിലനിപ്പാട്ടങ്ങായിട്ട് കിടാറ്, അള്ളാഹു താല മാർഗത്തിൽ അങ്ങ് ചെലവാക്കടങ്ങായിട്ട് കിടാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലും അള്ളാഹു താല ചൊല്ലേ വഖാലു സമിഅനാ വ അത്വഅനാ. ഓ അള്ളാഹുവേ, നീ ചൊന്ന പോലെ കേക്കിട, നീ ചൊന്ന പോലെ അംഗീകരിക്കിട എന്ന് മുഅ്മിനീങ്ങ ചൊല്ലുവാറ് എന്നാണ് കൂടെ അള്ളാഹു താല ചൊല്ലേ. അപ്പൊ നീ ചൊന്ന പോലെ കേക്കിട ചൊന്നെങ്കിൽ നീ ചൊന്ന പോലെ നിസ്കരിക്കിട, നീ ചൊന്ന പോലെ നമുക്ക് തന്നങ്ങനത്തെ മാലിടെല്ലാം സ്വത്തുടെല്ലാം നിന്റെ മാർഗത്തിൽ ചെലവാക്കിടാണ്ട് അർത്ഥം. ഒരു കണക്കിൽ ചൊന്നെങ്കിൽ അള്ളാഹു താല അവിടെ ആക്കുക ചൊന്നങ്ങനത്തെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് ഒരു മുത്തഖിയായ മനുഷ്യ ആക്കുക ചൊന്നങ്ങനത്തെ കാര്യങ്ങളല്ല ആക്കിട ആക്കി കാട്ടിറ എന്ന് പ്രതിപാദനാക്കണ അങ്ങനത്തെ ജാഗയിട്ടിക്കറ് ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ. അപ്പൊ ഇത് ചൊന്നെങ്കിൽ ഖുർആന്റെ ആയത്തിന് പരസ്പര ബന്ധമുണ്ട്, ഒട്രാസി ഓർഡർ ഇല്ലാത്ത സംഗതി എന്തും അല്ല എന്ന് സൂചിപ്പിക്കുകയാണ്.
അപ്പൊ ഈ ആയത്ത് നോക്കൂ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. അല്ലാഹു തആല ചൊല്ലെ, ആമന റസൂൽ, ഈ റസൂൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ അബ്ദായിട്ടുള്ള അങ്ങനത്തെ ഈ റസൂൽ ആമന വിശ്വസിച്ചിര്, നമ്പിര്. എന്തൊരു നമ്പിര്? ബിമാ ഉൻസില ഇലൈഹി, ആ നബിക്ക് ഇറക്കപ്പെട്ടങ്ങനത്തെ കിതാബ് കൊണ്ടിട്ടു, ഇറക്കപ്പെട്ടങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടിട്ടു. ആരിൽ നിന്നാണ് ഇറക്കപ്പെട്ടത്? മിർ റബ്ബിഹി, ആ റസൂലിന്റെ റബ്ബിൽ നിന്നിട്ട്. ആ റസൂലുക്ക് കിട്ടിയങ്ങനത്തെ കാര്യത്തിലെല്ലാം റസൂൽ വിശ്വാസ ഈമാന വെച്ചിര്. അതുപോലെ വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും നമ്പിറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തങ്ങനത്തെ എല്ലാ കാര്യത്തിലും മുഅ്മിനീങ്ങളും വിശ്വസിച്ചിറാറ്. കുല്ലുൻ, എല്ലാരും, നബിയും മുഅ്മിനീൻ എല്ലാരും, ആമന ബില്ലാഹി, അല്ലാഹുടെ കൊണ്ട് വിശ്വസിച്ചിറാർ. വമലായികതിഹി, അല്ലാഹുടെ മലക്കുകളെ കൊണ്ടിട്ടു. വകുതുബിഹി, അല്ലാഹുടെ കിതാബുകളെ കൊണ്ടിട്ടു. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല കൊടുത്തങ്ങനത്തെ കിതാബുകളെ കൊണ്ട് വിശ്വസിച്ചിറാറ്. റുസുലിഹി, അല്ലാഹു തആല ഭൂമി ലോകത്ത് കടത്തിയങ്ങനത്തെ എല്ലാ നബിമാരെ കൊണ്ട്, മുർസലിങ്ങളെ കൊണ്ട് വിശ്വസിച്ചിറാറ്. എന്നിട്ട് മുഅ്മിനീങ്ങ ചൊല്ലാറ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അല്ലാഹു തആലയുടെ മുർസലീങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് ഞങ്ങ ഒരാളുടെ നടുലും ഞങ്ങ ഭേദഭാവാക്കില്ല. അതായത് ഇന്ന നബി ഞങ്ങൾക്ക് വേണു, ഇന്ന നബി ഞങ്ങൾക്ക് വേണ്ട. മൂസാ നബി ഞങ്ങ വിശ്വസിക്കറ, ഈസാ നബി നബീന്റെ വിശ്വസിക്കില്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നബീന്റെ വിശ്വസിക്കട, പിന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം നബി അല്ലാണ്ട് ചൊല്ല. ഈ രൂപത്തിലൊരു ഭേദഭാവ കാട്ടില്ല എന്ന് ആ മുഅ്മിനീങ്ങ ചൊല്ലുവാറ്. ഖാലു, ആ മുഅ്മിനീങ്ങ ചൊല്ലാറ്, സമിഅനാ, നങ്ങ കേട്ട, വഅത്വഅനാ, നങ്ങ ചൊന്ന പോലെ അനുസരിച്ച. സമിഅനാ, നങ്ങ നിങ്ങളെ, ഓ റബ്ബേ, നീ ചൊന്നിട്ടുള്ളതെല്ലാം നങ്ങ കേട്ട. വഅത്വഅനാ, നീ ചൊന്നതുപോലെ നങ്ങ അനുസരിച്ചിറ. ഗുഫ്രാനക റബ്ബനാ, ഓ ഞങ്ങളെ റബ്ബേ, നങ്ങു നീ പൊറത്തുതാ. ഞങ്ങളിൽ നിന്ന് പണ്ടങ്ങനത്തെ തപ്പുങ്ങല്ല നീ പൊറത്തുതാ. ഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് മടങ്ങുകില്ലേ. നിന്റെ മുട്ടമേറ്റിക്കറ് ഞങ്ങൾക്ക് പറകുല്ലേ. ഇതായിട്ടിക്കറ് ഈ ആയത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അർത്ഥം. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഈ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുമ്പോ, ഈ ആയത്ത് ഞങ്ങൾ ചൊന്നല്ലേ, ഇത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇസ്രാ മിഅ്റാജിക്ക് പോയപ്പോ അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് ആകാശ ലോകത്തിൽ കൊടുത്തങ്ങനത്തെ ആയത്തേറ്റിക്ക്. അപ്പൊ ഒരു കണക്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതുപോലെയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഅവത്തും നബി തങ്ങളെ പിന്നെ നുബുവത്തിലെ ആ ഒരു കാര്യാചരണ ചൊല്ലത്, അത് എത്രയൊരു ഗംഭീരമായിട്ടുള്ള, അങ്ങനത്തെ എത്ര കഷ്ടപ്പാടുള്ള അങ്ങനത്തെ ഒരു സംഗതി ആയിട്ടിക്ക്. ഞങ്ങൾക്കുണ്ട് ഒരു മുസ്ലിം ആവോട് ചൊല്ലത് വലിയൊരു വിഷയമൊന്നും അല്ല. കാരണം ലക്ഷഗട്ടല മുസ്ലിമീങ്ങളെ ഉള്ളാറ്. ഞങ്ങളെ ബാപ്പമ്മ മുസ്ലിം ആയിട്ടിന്നാറ്. അങ്ങനെ ഞങ്ങൾ മുസ്ലിമായ, അങ്ങനെ ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയിട്ട് മുഅ്മിനാവുകയിട്ട്. ഇപ്പൊ ഞങ്ങ മുഅ്മിനാവുടെ മുസ്ലിം ആവുടെ ചൊന്ന ഒരു വിഷയമേ അല്ല. ഞങ്ങ വലിയ കഷ്ടപ്പാടുള്ള സംഗതി എന്തും അല്ല. അതേ ടൈമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വന്തത്തിൽ മുഅ്മിനാവുടെ, സ്വന്തത്തിൽ അള്ളാഹുൽ വിശ്വസിച്ചവനാവുടതും, പിന്നെ അതുപോലെ അള്ളാഹുടെ വിശ്വസിക്കണ അങ്ങനത്തെ ഒരു ടീമുടെ ക്രിയേറ്റ് ആക്കട്ടെ നബിത്തങ്ങ ഉണ്ടാക്കിട്ട് ചൊല്ലത്, അത് വലിയ കഷ്ടപ്പാടിന് അങ്ങനത്തെ ഒരു സംഗതി ആയിട്ട്. കാരണം അങ്ങനത്തെ സമൂഹത്തിൽ നിന്നിട്ടാണ്, ഒരു വിശ്വാസവും ഇല്ലാത്ത, ഈമാൻ വിട്ടിട്ട് അള്ളാഹുടെ കംപ്ലീറ്റ് നെഗ്ലക്ട് ആക്കി അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് നബിത്തങ്ങ പണ്ടേ. നിങ്ങമേ ഒന്ന് ആലോചനാക്കും. ഞങ്ങളുടെ ഒരു റായത്തിൽ ഉദാഹരണക്ക് ചൊല്ലിട്ടായി, ഞങ്ങളെ ഒരു റായത്തില് ഞങ്ങളെ ഒരു നിരക്കരായിട്ടുള്ള അങ്ങനത്തെ ഒരു മനുഷ്യ, നല്ലൊരു മനുഷ്യ, വ്യക്തിത്വമുള്ള നല്ലൊരു മനുഷ്യ ആയിട്ടുള്ള അങ്ങനത്തെ ഒരാൾ. അയാള് ചെമ്മ വർഷം ഇങ്ങനെ ജീവിച്ചിട്ട്, ഞങ്ങളൊട്ടിಗೆ ജീവിച്ചിട്ട്, അങ്ങനെ ഒരു നാൾ ഒരു 40-50 വയസ്സാകുമ്പോ ഒരു നാളായാല് പിന്നെ ഞങ്ങളൊത്ത് ಬಂದು ചൊന്തു, നാണ് ഇത്രത്തോളം നിങ്ങളെ മുട്ട നല്ല ഒരു കളവും ചൊല്ലാണ്ടെ നല്ലല് പിന്നെ ജീവിച്ചോണാണ്.
അപ്പൊ നാന് പിന്നെ ഇപ്പൊ നാന് സാധാരണ ഒരു മനുഷ്യല്ല. നാന് നക്ക് പ്രത്യേകമായിട്ടുള്ള പിന്നെ അദൃശ്യമായ ഒരു വിവരല്ല മാഹിത്യല്ല നക്ക് കിട്ടിയോണ്ടുണ്ട്. നാൻ ചൊന്നപോലെ നിങ്ങെല്ല കേൾക്കണു. നാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പടിപ്പാട്ടി തന്നെ നാൻ ചൊന്നപോലെല്ല കേൾക്കണു. നിങ്ങ ഇങ്ങനെല്ല ജീവിച്ചെങ്കിൽ മെയ്യാവില്ല എന്ന് ആ ആള് വന്ന് ചൊല്ലുണ്ടായെങ്കിൽ ഞങ്ങ അപ്പൊ എന്തൊരു ചൊല്ല അയാളെ ಬಗ್ಗೆ എന്തിരമാ ഒരു ഇന്നലെ ജാവന്തമാ ചിന്തത്തിൽ എന്തമാ ഒരു പ്രോബ്ലം ആയിട്ടിക്കണു. എന്തമാ ചെറിയൊരു പിറാന്ത് പിടിച്ചിരിയാലുക ഇത്ര നല്ല ലിന്തല്ലേ പാവ എന്തയിത്ത തലക്ക് എന്തയിത്ത എന്തടിയിത്ത എന്ന രൂപത്തിലല്ല ഞങ്ങൾ ആലോചന അങ്ങനെ പോകും. അതായത് പെട്ടെന്ന് അയാളുടെ സ്വീകരിക്കുകൂ അയാളുടെ നമ്പുകൂ ഞങ്ങൾ തയ്യാറിക്കില്ല. കാരണം അയാൾ ഒരു നോർമൽ അവസ്ഥയിൽ ഇല്ലാണ്ടാണ്, ഒരു അസാമാന്യമായിട്ടുള്ള ഒരു അവസ്ഥയെ ഗൈഡിട്ടാണ് ഞങ്ങളെ ബിയാറ്. ഇതേ ഒരു അവസ്ഥയുടെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ സമൂഹത്തിൽ നേരിടാനായിട്ട് വന്നേ. ആ സമൂഹത്തിൽ സാമാന്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംസ്കൃതിയും വിശ്വാസവും ആചാര വിചാരങ്ങല്ല ഇന്തല്ലേ ಅದಕ್ಕೆ വിരുദ്ധമായിട്ടല്ലേ നബിത്തങ്ങ ഭർത്താവിടെ. അപ്പൊ നബിത്തങ്ങ എത്ര ഒരു കഷ്ടപ്പാട് മാനസികമായിട്ടുള്ള എത്ര ഒരു കഷ്ടപ്പാടാണ് നബിത്തങ്ങ അനുഭവിച്ചിട്ടിക്കുണായത് അല്ലെ. നബിത്തങ്ങ ഒരു നാൾ പെട്ടെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിത്തങ്ങക്ക് വന്നിട്ട് ആ പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി കൊടുക്കുടു. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാം ബന്ധങ്ങനത്തെ നണ്ടമുട്ട ബന്ധങ്ങനത്തെ ഒരു മലക്ക് അത് യഥാർത്ഥത്തിലുള്ള മലക്കൈട്ടിക്കറ് ഈ മലക്ക് ചൊല്ലതെല്ലാം നേരാണ് എന്നെല്ലാം നബിത്തങ്ങ മനസ്സിലാക്കടതും ആ മനസ്സിലാക്കിയത് പോയിട്ട് സ്വന്ത കുടുംബത്തുക്കും സ്വന്ത റായത്തങ്ങുകൊല്ല ചൊന്നു കൊടുക്കൂടെ ചൊല്ലത് എത്ര അത് അനുഭവിച്ചെങ്കിൽ അത് ഗൊന്താവടങ്ങനത്തെ ഒരു കഷ്ടപ്പാടായിട്ടിക്ക്. കാരണം ചൊന്നെങ്കിൽ കണ്ടിത്തായിട്ടും ആൾമാർ എന്താക്കിടാറ് പിറാന്താണ്ട അല്ലെങ്കിൽ തലസമയില്ലാത്തവണ വിളിക്കാറുണ്ട്. സ്വാഭാവികമാണ്. അത് ഞങ്ങളെ അനുഭവത്തിൽ ഒന്ന് ചിന്തിച്ചെങ്കിൽ മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ പ്രായത്തില് സാധാരണയായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരാള് അസാധാരണമായ സ്വഭാവം കാട്ടുമ്പോൾ അയാൾ എത്ര നല്ല മനുഷ്യനെങ്കിലും അയാളുടെ അട്ട ഞങ്ങൾക്ക് ഒരു കനിക്കറ ഉണ്ടാവുണ്ടല്ലാണ്ട് അയാൾ ഞങ്ങൾ ഒരിക്കലും നമ്പുക പോണില്ല. അയാളുടെ ഞങ്ങ പിറാന്താണ്ട അല്ലെ തലസമ ഇല്ലാത്തവണുണ്ടാ ഞങ്ങ ആ രൂപത്തിലെ വിളിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈമാന്റെ കൈവരിക്കടെ അള്ളാഹുൽ വിശ്വസിക്കടെ ചൊല്ലതും അതുപോലെ നബിത്തങ്ങളെ വിശ്വസിക്കടെ നബിത്തങ്ങ അല്ലാത്ത ആൾമാർ സ്വഹാബിങ്ങ അണ്ട് നബിത്തങ്ങളെ വിശ്വസിച്ചാറ് നബിത്തങ്ങളൊട്ടിಗೆ കൂടിയാറ് ചൊല്ലത് വലിയ കഷ്ടപ്പാടുള്ള സംഗതിയായിട്ടുണ്ട്. അപ്പൊ ആ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചിട്ട് ഈമാൻ സ്വീകരിക്കുകയുള്ള കഷ്ടപ്പാടും ആ ഈമാന്റെ സമൂഹത്തിൽ പ്രചാരാക്കുകയില്ലങ്ങനത്തെ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചിട്ട് സുമാർ 10 വർഷത്തെ അനുഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന് പോണ്ടേ. ആ ഇസ്രാ മിഅ്റാജ് പോകുമ്പോ അല്ലാഹു തആല ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നബി തങ്ങൾ കൊടുത്തോണ്ടില്ലേ. ആമന റസൂൽ, ഓ റസൂലായ നബിയെ നിങ്ങ ശരിക്ക് നിങ്ങൾ വിശ്വസിച്ചാർ, നിങ്ങൾ ഈമാൻ വെച്ചാർ, നിങ്ങൾ ഈമാൻ കൈവരിച്ചാറിട്ട് ഇതാ ഞാൻ ലോകത്ത് മുന്നിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലേ. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് വന്നങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടിട്ടു റസൂൽ വിശ്വസിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ആണ്. റസൂൽ മാത്രല്ല വൽ മുഅ്മിനൂൻ, ആ റസൂലിന്റെ ഒട്ടിಗೆ നിണ്ടങ്ങനത്തെ തുടക്ക കാലഘട്ടത്തിലുള്ള അങ്ങനത്തെ സ്വഹാബിങ്ങ അങ്ങവും വിശ്വസിച്ചാർ. ഈ ആയത്ത് ഇറങ്ങുമ്പോ മുഅ്മിനൂൻ ചൊല്ലതില് പിന്നെ ഒളപ്പെട്ടങ്ങനത്തെ സ്വഹാബിങ് അണ്ടിന്നങ്ങനത്തെ സ്വഹാബിങ് ആയിട്ടിന്നാർ. ഇപ്പൊ ഞങ്ങൾക്കും പെടുക അവിടെ ആ ഈ ചൊന്നതിൽ വൽ മുഅ്മിനൂൻ ചൊന്നതിൽ മുഅ്മിനീങ്ങവും വിശ്വസിച്ചാർ ഒരു സർട്ടിഫിക്കറ്റ് ആണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഈ ആയത്തിലൂടെ നബിത്തം കൊടുത്തോണ്ടില്ലേ. അങ്ങ് വിശ്വസിക്കുന്നുണ്ടല്ല ഇതിൽ അല്ലാഹു തആല ചൊന്നിട്ടില്ല, വിശ്വസിച്ചാറുണ്ട് അങ്ങു പിന്നെ ഇറ്റ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് മുഹമ്മദ് റസൂൽ ഹാസ് ബിലീവ്ഡ്. സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് എഴുതുമ്പോ അങ്ങ് ചൊല്ലല്ലേ പിന്നെ ഇറ്റ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് പിന്നെ സ്റ്റുഡന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ ഈ വ്യക്തി ആ ചൊന്ന ആള് ഈ കോളേജിൽ സ്റ്റുഡന്റ് ആയിട്ട് ഇക്കറാണ്ട് ഞങ്ങൾ ദൃഢീകരണ ആക്കിടാണ്ടല്ല ചൊന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലേ. ആ രൂപത്തില് അള്ളാഹു തആല നബിത്തങ്ങ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കടെ. ആമന റസൂൽ, ഈ മുഹമ്മദ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈമാൻ കൈവരിച്ചത് എന്നാണ് സർട്ടിഫൈ ആക്കടെ, ദൃഢീകരണ ആക്കടെ.
മുഅ്മിനീങ്ങളും ഈമാൻ കൈവരിച്ചാൽ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബി, എല്ലാവരും ഈ നബിത്തങ്ങവും മുഅ്മിനീങ്ങളും എല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി, യഥാർത്ഥത്തിൽ വിശ്വസിക്കണായ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അല്ലാഹു തആലയിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, അള്ളാഹുടെ കിതാബുകളിൽ വിശ്വസിക്കണം, മുർസലീങ്ങളിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യത്തിലെല്ലാം വിശ്വസിച്ചിറാൽ ഇൻഷാ അല്ലാഹ് ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി